السلام عليكم ورحمة الله وبركاته. الحمد لله الذي من علينا بالإسلام وهدانا للإيمان وجعلنا من أمة خير الأنام وكفى بها نعمة. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني ويفقه قولي. ഏറ്റവും ആദരണീയരായ സത്യവിശ്വാസികളെ, സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ കഴിവിൻ്റെ പരമാവധി തൻ്റെ രഹസ്യ പരസ്യ ജീവിതങ്ങളിൽ പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് സ്വർഗം നേടാൻ വേണ്ടി നമ്മൾ നിർവഹിക്കുന്ന നോമ്പും നമസ്കാരങ്ങളും സൽക്കർമ്മങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ സ്വീകരിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, സഹോദരങ്ങളെ, കഴിഞ്ഞ ദിവസങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൃപ്തിക്ക് വേണ്ടി ജീവിതം നയിച്ച ഒരു സത്യവിശ്വാസിക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ച സുഖാനുഭൂതികളുടെ ലോകമായ സ്വർഗത്തെ വളരെ അത്ഭുതത്തോടു കൂടി നമ്മളെല്ലാവരും പരിചയപ്പെട്ടതാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ഇച്ഛകളെ മാറ്റിവെച്ച്, നമ്മുടെ താല്പര്യങ്ങളെ നിയന്ത്രിച്ച്, ഭൂരിപക്ഷത്തിൽ വഞ്ചിതനാകാതെ അള്ളാഹു നിശ്ചയിച്ച സത്യത്തിൻ്റെ ന്യൂനപക്ഷത്തിൻ്റെ കൂടെ നിലകൊള്ളുവാൻ വേണ്ടി തീരുമാനിച്ചവർക്കുള്ള മഹാത്ഭുതങ്ങളുടെ ലോകമാണ് സ്വർഗമെന്ന് നമ്മൾ കഴിഞ്ഞ സംസാരങ്ങളിൽ പരിചയപ്പെട്ടതാണ്. ആ സ്വർഗത്തിന് വേണ്ടിയാണ് നിങ്ങൾ അധ്വാനിക്കേണ്ടത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് വിശദീകരിച്ചതിന് ശേഷം നമ്മളോട് പറയുന്നുണ്ട്, ലിമിസ്ലി ഹാദാ ഫൽയഅമലിൽ ആമിലൂൻ തിജാറത്തുൻ ലൻ തബൂർ. തിജാറത്തുൻ ലൻ തബൂർ, ഒരിക്കലും നഷ്ടം വരാത്ത കച്ചവടമാണ് പ്രിയപ്പെട്ടവരെ ആ സ്വർഗത്തിന് വേണ്ടി നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളും നമ്മൾ എടുക്കുന്ന അധ്വാനങ്ങളും. പ്രിയപ്പെട്ടവരെ, റഹ്മാനും റഹീമുമായ അല്ലാഹു സുബ്ഹാനഹു വ തആല, ആ റബ്ബ്, നമ്മുടെ റബ്ബ് കാരുണ്യവാനാണ്. കടലോളം തിന്മകൾ ചെയ്തവരുടെ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ആത്മാർത്ഥമായി നമ്മൾ മടങ്ങുകയാണെങ്കിൽ പുറത്തു തരാമെന്ന് വാഗ്ദാനം ചെയ്തവനാണ് റഹ്മാനും റഹീമുമായ നമ്മുടെ റബ്ബ്. പക്ഷെ ആ റഹ്മാനും റഹീമുമായ റബ്ബിൻ്റെ തുല്യതയില്ലാത്ത കാരുണ്യത്തെ അവഗണിച്ചുകൊണ്ട് എത്ര തിന്മകളിൽ നമ്മൾ വീണാൽ പോലും ആത്മാർത്ഥമായി അള്ളാഹുലേക്ക് മടങ്ങുകയാണെങ്കിൽ അള്ളാഹു പുറത്തു തരാമെന്ന റബ്ബിൻ്റെ വാഗ്ദാനത്തെ വിലമതിക്കാതെ അള്ളാഹുവിൻ്റെ ദീനിനെയും റബ്ബിൻ്റെ അധ്യാപനങ്ങളെയും പുച്ഛിച്ച് തള്ളിയവരെ കാത്തിരിക്കുന്ന ഭയപ്പാടിൻ്റെ അസഹ്യമായ ശിക്ഷയുടെ ലോകമാണ് പ്രിയപ്പെട്ടവരെ ഭയാനകരമായിട്ടുള്ള താവളമായ നരകമെന്ന് പറയുന്നത്. റഹ്മാനും റഹീമുമായ റബ്ബ്, കാരുണ്യത്തിൻ്റെ ഉടമയായ റബ്ബ്, ആ റബ്ബ് ഷദീദുൽ ഇഖാബും കൂടിയാണെന്ന് നമ്മൾ ഓർക്കേണ്ടതാണ്. അള്ളാഹു വളരെ കഠിനമായി അതിശക്തമായി ശിക്ഷിക്കുന്നവനും കൂടിയാണ് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. പ്രിയപ്പെട്ടവരെ, ആ നരകത്തെക്കുറിച്ച് വളരെ ചുരുക്കിക്കൊണ്ട് മനസ്സിലാക്കാനാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഇന്നത്തെ ഈ ഒരു സന്ദർഭത്തെ ഉപയോഗപ്പെടുത്താൻ വേണ്ടി ഞാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തെ സൃഷ്ടിച്ച ആ സന്ദർഭത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് നരകത്തിലേക്കൊന്ന് എത്തി നോക്കാൻ വേണ്ടി കൽപ്പിക്കുന്ന ആ സന്ദർഭം, ആ ഒരു സംഭവത്തെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു കൊടുക്കുന്നുണ്ട് സ്വഹാബാക്കൾക്ക്. അങ്ങനെ ജിബ്രീൽ അലൈഹിസ്സലാം അതിലേക്ക് എത്തി നോക്കിയപ്പോൾ ഭയപ്പെട്ടുകൊണ്ട് അല്ലാഹുവിലേക്ക് തിരിച്ചു മടങ്ങിക്കൊണ്ട് പറയാണ്, പടച്ച റബ്ബേ, ഐ റബ്ബി വ ഇസ്സതിക്, ഈ നരകത്തെക്കുറിച്ച് അറിഞ്ഞ ഒരാളും ആ നരകത്തിൽ പോകുമെന്ന് ഞാൻ തോന്നുന്നില്ല, എനിക്ക് തോന്നുന്നില്ല എന്ന് അദ്ദേഹം പറയാണ്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നരകത്തിന് ചുറ്റും മനുഷ്യന് നഫ്സിന് ഇഷ്ടമുള്ള ഷഹ്വത്തുകളും ഹറാമുകളും വൃത്തികേടുകളൊക്കെ അതിന് ചുറ്റും പൊതിഞ്ഞു വെച്ചു എന്ന ആ ഹദീസ് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ജിബ്രീൽ അലൈഹിസ്സലാം രണ്ടാമത് അതിലേക്ക് നോക്കിയപ്പോൾ മനുഷ്യന്റെ നഫ്സ് ഇഷ്ടപ്പെടുന്ന, ആഗ്രഹിക്കുന്ന ഷഹ്വത്തുകളാൽ പൊതിഞ്ഞ നരകം കണ്ടപ്പോൾ ജിബ്രീൽ ഭയപ്പെട്ടു പോയി. എല്ലാവരും നരകത്തിലേക്ക് എത്തിപ്പോകുമോ എന്ന് ഭയപ്പെട്ടു പോയി എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞ
ആ ഒരു സന്ദർഭം ഹദീസുകളിൽ കാണാൻ പറ്റും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റൊരു സന്ദർഭത്തിൽ ഒരു വ്യക്തിയെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. ആരാണ് ആ വ്യക്തി? ദുനിയാവിൽ എല്ലാ വക സുഖ സൗകര്യങ്ങളും എല്ലാ വക നിഅമത്തുകളും അനുഗ്രഹങ്ങളും വാരി കോരി ലഭിച്ച ഒരു വ്യക്തിയാണ് അദ്ദേഹം. പ്രയാസങ്ങളൊന്നും അനുഭവപ്പെട്ടിട്ടില്ല. ഏറ്റവും വലിയ നിഅമത്ത് അനുഭവപ്പെട്ട ഭൗതികപരമായിട്ടുള്ള സുഖ സൗകര്യങ്ങൾ ലഭിച്ച ഒരു വ്യക്തിയാണ്. ആ ഒരു വ്യക്തി അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്ത് നരകത്തിന്റെ തീക്കുണ്ടാരത്തിലേക്ക് ഒരു നിമിഷത്തേക്ക് ഇറക്കി വെച്ച് പുറത്തേക്ക് എടുത്തപ്പോൾ എന്നിട്ട് അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, ഹൽ മർറ ബിക നഈമുൻ ഖത്ത്, എന്തെങ്കിലും സുഖം നീ മുമ്പ് അനുഭവിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയാം, ഞാൻ ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ ഒരു ചെറിയ സുഖം പോലും അനുഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞു പോയി എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസിൽ പറയുന്നത്. അത്രയും വേദനാജനകമായിട്ടുള്ള ശിക്ഷകളാണ് നരകത്തിൽ എന്ന് ഈ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിന് നമുക്ക് ബോധ്യപ്പെടേണ്ട ഒരു കാര്യമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു യാഥാർത്ഥ്യത്തെക്കുറിച്ച് നമ്മളെ പറഞ്ഞ് പഠിപ്പിക്കുന്നുണ്ട്. ഇബ്നു മാജ റഹിമഹുല്ലാഹു തആല ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുകയാണ്, മാ മിൻകും മിൻ അഹദിൻ ഇല്ലാ ലഹു മൻസിലാൻ, നിങ്ങളിൽ എല്ലാവർക്കും രണ്ട് സ്ഥലങ്ങളുണ്ട്. നമ്മളെല്ലാവർക്കും നിശ്ചയിക്കപ്പെട്ട രണ്ട് സ്ഥലങ്ങളുണ്ട്. നരകത്തിൽ നമ്മൾ വീണാൽ ചെന്നെത്തിപ്പെടുന്ന സ്ഥലം നമുക്കെല്ലാവർക്കും ഉണ്ട്. സ്വർഗത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണെങ്കിൽ നമ്മളെ കാത്തിരിക്കുന്ന ആ സാമ്രാജ്യം, അതും നമുക്ക് ഓരോരുത്തർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ സ്വർഗത്തിന് വേണ്ടി പണിയെടുത്തവരുടെ ആ നരകത്തിന്റെ സ്ഥലം അത് അള്ളാഹു അവരെ കാണിക്കും, എന്നിട്ട് സ്വർഗത്തിലേക്ക് കയറ്റും. കാരണം ഏത് രൂപത്തിലുള്ള ഏത് തരത്തിലുള്ള നരകത്തിൽ നിന്നാണ് താൻ രക്ഷപ്പെട്ടത് എന്ന് ആലോചിക്കുന്നത് തന്നെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു അനുഗ്രഹമാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട്. എന്നിട്ട് പിന്നെ അദ്ദേഹത്തിന്റെ ആ സ്ഥലം നരകത്തിൽ കിടക്കുന്ന ബാക്കിയുള്ളവരുടെ സ്ഥലത്തിലേക്ക് ചേർത്തുകൊണ്ട് കൂടുതൽ ശിക്ഷ അള്ളാഹു വർദ്ധിപ്പിച്ചു കൊടുക്കും എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്ന കാണാൻ പറ്റും. ആ നരകം കാണുന്ന രംഗത്ത് ആ സമയത്ത് നരകാവകാശികൾ പറഞ്ഞു പോകുന്ന വാക്കുകളെ കുറിച്ച് സൂറത്തുൽ മആരിജ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് കാണാൻ പറ്റും. യുബസ്സറൂനഹും യവദ്ദുൽ മുജ്രിമു ലൗ യഫ്തദി മിൻ അദാബി യൗമിഇദിൻ ബിബനി. ആ നരകണ്ട് കാണുന്ന സന്ദർഭത്തിലുണ്ടല്ലോ, ആ മുജ്രിമായ ഫാസിഖായ അക്രമകാരിയായിട്ടുള്ള ആ വ്യക്തി ആഗ്രഹിച്ചു പോകും എന്ത്? തൻ്റെ സ്വന്തം മക്കളെ നരകത്തിലേക്ക് വലിച്ചെറിഞ്ഞിട്ടാണെങ്കിലും തൻ്റെ തടി നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി. വസാഹിബതിഹി വഅഖി, നമ്മളൊക്കെ വളരെ സ്നേഹത്തോടു കൂടി കാണുന്ന നമ്മുടെ സുഹൃത്തുക്കളും നമ്മുടെ സഹോദരന്മാർ, അവരെ വരെ നമ്മൾ നരകത്തിലേക്ക്, നമ്മുടെ സ്വന്തം പിതാവിനെ വരെ നരകത്തിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് അവർക്ക് പകരമെങ്കിലും, നമ്മുടെ ഭാര്യമാർക്ക് പകരമെങ്കിലും നമ്മളൊന്ന് സ്വർഗത്തിലേക്ക് കയറിയെങ്കിൽ എന്ന് ആഗ്രഹിച്ച് അവർ പറഞ്ഞു പോകും എന്ന് പറയുന്നു. വമൻ ഫിൽ അർദി ജമീഅൻ സുമ്മ യുൻജി, ദുനിയാവിലുള്ള എല്ലാവരെയും തൻ്റെ നഫ്സിന് പകരം നരകത്തിലേക്ക് എറിഞ്ഞിട്ടാണെങ്കിലും തൻ്റെ തടി നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോകും എന്ന് സൂറത്തുൽ മആരിജിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇത്രയും ഭയാനകപരമായിട്ടുള്ള ഈ നരകത്തിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ആ ഒരു താവളം, ആ ഒരു സങ്കേതം, ആ നരകത്തിന് 7 കവാടങ്ങളുണ്ട് എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നത്. ആ നരകത്തിന് കാവൽക്കാരായി ശക്തരായി കണ്ടാൽ ഭീതിപ്പെടുത്തുന്ന മലക്കുകളുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു തഹ്രീമിൽ പറയുന്നത് കാണാൻ പറ്റും. അലൈഹ മലായികത്തുൻ ഗിലാദുൻ ഷിദാദ്. ആ മലക്കുകൾ അവിടെ ഉണ്ട് കാവൽക്കാരായിട്ട്. അവരുമായി നടത്തുന്ന സംഭാഷണങ്ങൾ, നരകത്തിൽ കിടക്കുന്നവർ അള്ളാഹുവിനോടൊന്ന് ചോദിക്കോ, ഒരു നിമിഷം ഒന്ന് ഇതിന് നമുക്ക് കുറച്ചു തരുമോ എന്ന് ആവശ്യപ്പെടുന്ന രംഗങ്ങളൊക്കെ കാണുന്നത് അത് ഈ മലക്കുകളോടാണ് എന്ന് നമുക്ക് ഹദീസുകൾ വായിക്കുമ്പോൾ മനസ്സിലാകും. അതിഭയങ്കരമായ ഒരു ക്രൂര മൃഗത്തെ പോലെയാണ്, അതിന് സമാനമായ ഒരു സൃഷ്ടിയാണ് നരകം എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. അതിന് വല്ലാത്തൊരു ഭീതിപ്പെടുത്തുന്ന ഗർജനവും വല്ലാത്ത ഭീതിപ്പെടുത്തുന്ന ശബ്ദമുണ്ട് എന്ന് വരെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് കാണാൻ പറ്റും. സൂറത്തുൽ ഫുർഖാനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നരകത്തിന്റെ ശബ്ദത്തെക്കുറിച്ച് പറയുന്ന ഒരു വാചകം നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. ഇദാ റഅത്ഹും മിൻ മകാനിൻ ബഈദ് സമിഉ ലഹാ തഗയ്യുദൻ വസഫീറ. ആ നരകത്തിലേക്ക് വരാനിരിക്കുന്ന കാഫിറിനെ അല്ലെങ്കിൽ മോശപ്പെട്ട വ്യക്തിയെ നരകം കാണുമ്പോണ്ടല്ലോ, ആ നരകം ഒരു തരം ക്ഷോഭിച്ചിളകിക്കൊണ്ട് ഒരു തരം ഇരുമ്പൽ, ഒരു തരം ഗർജനം ഉണ്ടാക്കുന്ന ശബ്ദം കേൾക്കാൻ പറ്റും
എന്ന് ഈ ആയത്തിൽ പറയുന്നത് കാണാൻ പറ്റും. പ്രിയപ്പെട്ടവരെ, ഈ നമ്മുടെ റബ്ബിനെ ധിക്കരിച്ച് അവരെ തിന്ന് കത്തിച്ച് ചുട്ടു ചാമ്പലാക്കുവാൻ വേണ്ടി, അതായത് ഈ നരകം അവരിലേക്ക് കയറുന്ന ഈ കുഫാറുകളെയും സത്യനിഷേധികളെയും ചുട്ട് ചാമ്പലാക്കി നശിപ്പിച്ച് ചെയ്തുകൊണ്ടേയിരിക്കുന്ന സമയത്ത് വീണ്ടും വീണ്ടും അള്ളാഹുവിനോട് ആവശ്യപ്പെട്ടുകൊണ്ടേയിരിക്കുന്നതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഹൽ മിൻ മസീദ് എന്ന വയ്ക്കുക. പടച്ച റബ്ബേ, ഇനിയും വേണം എനിക്ക്, ഇനിയും വേണം എനിക്ക്. അള്ളാഹു താങ്കളെ ധിക്കരിച്ച, നിന്നെ ധിക്കരിച്ച, നിന്നെ നിന്ദിച്ച, നിനക്കെതിരെ പ്രവർത്തിച്ചവരെ എന്നിലേക്ക് തരൂ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ആവർത്തിച്ച് ആവശ്യപ്പെടും നരകം എന്ന് ഖുർആനിലെ സൂക്തത്തിലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിലും കാണാൻ പറ്റുന്ന ഒരു യാഥാർത്ഥ്യമാണ്. നരകത്തിലേക്ക് കാര്യമായി പ്രവേശിക്കുന്നവർ, ഒന്നാമത്തെ വിഭാഗം അത് കുഫാറുകളാണ്, സത്യനിഷേധികൾ. അവരിലേക്ക് ചേർത്ത് വരുന്ന രണ്ടാമത്തെ വിഭാഗം മുശ്രിക്കീങ്ങളാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് മാത്രം കൊടുക്കേണ്ട ആരാധനാ കർമ്മങ്ങൾ അള്ളാഹു അല്ലാത്തവർക്ക് വകവെച്ചു കൊടുത്ത ആ മുശ്രിക്കീങ്ങൾ, അവരാണ് നരകത്തിലേക്ക് കാലാകാലം ഒരിക്കലും പുറത്തേക്ക് വരാത്ത കോലത്ത് അതിൽ ബാക്കിയാകുന്ന രണ്ടാമത്തെ വിഭാഗം. മൂന്നാമത്തെ നരകത്തിന്റെ ഏറ്റവും അടിത്തട്ടിൽ ചെന്ന് എത്തിപ്പെടുന്നവരാണ് മുനാഫിക്കുകൾ, കപടവിശ്വാസികൾ. നാലാമത്തെ വിഭാഗമാണ് അൽ മുസ്ലിമൂൻ അൽ ഉസാത്ത് അൽ മുഖസ്സിറൂൻ, അതായത് ഇസ്ലാമിൽപ്പെട്ട തൗഹീദുള്ള പക്ഷേ ജീവിതത്തിൽ ഒരുപാട് തിന്മകൾ വന്നുപോയ, അതിൽ നിന്ന് പശ്ചാത്തപിച്ച് മടങ്ങാത്ത തിന്മകൾ വന്നുപോയ, നന്മകളേക്കാൾ കൂടുതൽ തിന്മകൾ തുലാസിൽ കനം തൂങ്ങിയ വ്യക്തികൾ, അവരതിന് പകരം നരകത്തിൽ ഒരു നിശ്ചിത കാലം കിടന്നിട്ടാണ് അള്ളാഹുവിൻ്റെ റഹ്മത്തോടു കൂടി പിന്നെ പുറത്തിറങ്ങുക. ഇതാണ് നരകത്തിലേക്ക് എത്തിപ്പെടുന്ന വിഭാഗങ്ങൾ. ആ നരകം വളരെ വലുതാണ്, വലിയൊരു ലോകമാണ് നരകം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസിൽ നമുക്ക് കാണാൻ പറ്റും, സൂര്യനും ചന്ദ്രനും, ജനങ്ങൾ ആരാധിച്ചിരുന്ന സൂര്യനും ചന്ദ്രനും നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുമെന്ന്. ആ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുമ്പോൾ അതിൽ രണ്ട് ചെറിയ കാളക്കുട്ടികളെ പോലെയാണ് അത് അതിൽ കിടന്ന് കത്തിയെരിയുന്നത് എന്ന് പറഞ്ഞു. അത്രയും വലുതാണ് നരകം എന്ന് നമുക്കിത് മനസ്സിലാവേണം. ആ നരകത്തിലെ തീയിന്റെ ചൂടിനെ കുറിച്ച്, ഭയാനകപരമായിട്ടുള്ള ചൂടിനെ കുറിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് കാണാൻ പറ്റും. നാറുക്കും ഹാദിഹി മാ യൂഖിദു ബനൂ ആദം ജുസ്ഉൻ വാഹിദുൻ മിൻ 70 ജുസ്അൻ മിനൻ നാർ. നമുക്കൊക്കെ പരിചയമുള്ള ഈ തീ ഉണ്ടല്ലോ, നമുക്കൊന്നും സഹിക്കാൻ പറ്റാത്ത ചൂടുള്ള ഈ തീ, ആ തീ നരകത്തിന്റെ തീയിന്റെ ചൂടുമായി അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ, താരതമ്യം ചെയ്ത് നോക്കുകയാണെങ്കിൽ 70 ഭാഗങ്ങളിൽ ഒരു ഭാഗം മാത്രമാകും. അതിനേക്കാൾ 69 ഇരട്ടി ചൂടാണ് നരകത്തിലെ ചൂട് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്കിന്ന് ഉപയോഗപ്പെടുത്താൻ പറ്റിയ തീയിന്റെ ചൂട് 6000 ഡിഗ്രി സെൽഷ്യസ് മുതൽ അങ്ങോട്ട് പോകുന്നു. ഇനി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഉപയോഗപ്പെടുത്തുന്ന തീനാണ് ഉദ്ദേശിച്ചത്, അത് ദുനിയാവിലത്തെ തീയാണ്. ചില സ്വഹാബാക്കളുടെ വാചകങ്ങൾ നോക്കിയാൽ ദുനിയാവിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള, ദുനിയാവിലുള്ള തീനേക്കാൾ 69 ഇരട്ടി എന്ന് വരെ ചില സ്വഹാബാക്കൾ പറഞ്ഞത് കാണാൻ പറ്റും. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ഈ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ വാചകം കേട്ടപ്പോൾ ഒരു സ്വഹാബി തിരിച്ചു ചോദിക്കുന്നു, പ്രവാചകരെ, യാ റസൂൽ അല്ലാഹ്, ഇന്നഹ ഐ നാറദ് ദുനിയ ലകാഫിയ, ഈ ദുനിയാവിലെ തീ തന്നെ പോരെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മൾ കത്തി നശിച്ചു പോകാൻ അത് തന്നെ പോരെ വലിയൊരു ശിക്ഷയാകാൻ, അതിനേക്കാളും ഉണ്ടോ അതെന്ന് ചോദിക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും തറപ്പിച്ച് പറയണത്, നരകത്തിലെ തീ 69 ഇരട്ടി കൂടുതൽ ചൂടുള്ളതാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കണം. പ്രിയപ്പെട്ടവരെ, സാധാരണഗതിയിൽ ദുനിയാവില് നമ്മളെ ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗം കത്തിപ്പോയാൽ എന്ത് ചെയ്യും? ആ തൊലി കത്തിക്കഴിഞ്ഞാൽ ആദ്യം ഭയങ്കര അസഹ്യമായിട്ടുള്ള ചൂട് അനുഭവപ്പെടും, വേദന അനുഭവപ്പെടും. പിന്നീട് ആ ശരീരഭാഗം ദ്രവിച്ചു പോയാൽ പിന്നെ നമ്മളൊന്നും അറിയില്ല, പിന്നീട് അതിന്റെ നീറ്റിൽ കുറച്ച് കഴിഞ്ഞിട്ടല്ല നമ്മൾ അറിയാം സാധാരണഗതിയിൽ. പക്ഷെ സുബ്ഹാനല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, കുല്ലമാ നദിജത് ജുലൂദുഹും ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹാ ലിയദൂഖുൽ അദാബ്. നരകത്തിൽ കിടക്കുന്ന ഒരു വ്യക്തിയുടെ തൊലി കരിഞ്ഞു പോയാൽ ഉടനടി ആ തൊലി അല്ലാഹു സുബ്ഹാനഹു വ തആല പുതിയതായിട്ട് രണ്ടാമത് വരുത്തുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്ന മറ്റൊരു ഹദീസിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നത്, നരകത്തിലേക്ക് കയറിപ്പോകുന്നവരുടെ ശരീരം അല്ലാഹു സുബ്ഹാനഹു വ തആല വലുതാക്കുമെന്നാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ അവരുടെ ഒരു പല്ല് ഇന്ന് നമ്മൾ കാണുന്ന മദീനയിലുള്ള ഉഹുദ് മലയേക്കാൾ വലുപ്പം ഉണ്ടാകുമെന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാണെന്ന് അറിയാം? ശരീരത്തിന്റെ ഓരോ ഇഞ്ചും അള്ളാഹു ഉദ്ദേശിക്കുന്ന, റബ്ബിനെ ധിക്കരിച്ചവർക്ക് ഉള്ള ആ ശിക്ഷ പരിപൂർണമായി അനുഭവിക്കാൻ വേണ്ടി ശരീരം വലുതാക്കുമെന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചത്. സുബ്ഹാനല്ലാഹ്.
ആ നരകത്തിലേക്ക് പോകുന്നവർ ഈ കഠിനമായ ചൂട് സഹിക്കാൻ പറ്റാണ്ട് വല്ലാത്ത ദാഹത്തിന്റെ അങ്ങേയറ്റം അനുഭവപ്പെടുന്നതാണ്. വിശപ്പും സഹിക്കാൻ പറ്റാത്ത വിശപ്പ്. അങ്ങനെ അവർ നരകത്തിലൂടെ ഓടും, എന്തെങ്കിലും തിന്നാൻ കിട്ടാൻ വേണ്ടി, എന്തെങ്കിലും കുടിക്കാൻ കിട്ടാൻ വേണ്ടി, അവരുടെ ദാഹം തീർക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അവർക്കൊന്നും കിട്ടില്ല. നരകത്തിലുള്ള പാനീയവും നരകത്തിലുള്ള ഭക്ഷണവുമാണ് അവർ കിട്ടുക. പിന്നെ അവര് മേലേക്ക് നോക്കുമ്പോൾ അതാ സ്വർഗത്തിൽ നിന്ന് നരകത്തിൽ കിടക്കുന്നവരേക്ക് എത്തിച്ചു നോക്കുന്ന സ്വർഗവാസികൾ അവർ കാണും. അപ്പൊ അവരവിടെ നിന്ന് വിലപിച്ച് ഖേദിച്ച് അവരെ വിളിച്ച് അവരോട് ആവശ്യപ്പെടുന്ന വാക്കുകൾ സൂറത്തുൽ അറാഫിൽ പറയുന്ന കാണാൻ പറ്റും. വനാദ അസ്ഹാബുൻ നാരി അസ്ഹാബൽ ജന്ന അൻ അഫീദു അലൈനാ മിനൽ മാഇ ഔ മിമ്മ റസഖകുമുല്ലാഹ്. അവർ പറയാണ്, എന്ത്, നരകത്തിൽ കിടക്കുന്ന ആൾക്കാർ സ്വർഗത്തിൽ കിടക്കുന്ന ആൾക്കാരെ ഇങ്ങനെ വിളിച്ചിട്ട് പറയും, നിങ്ങൾക്ക് കിട്ടിയ സ്വർഗത്തിത്തെ പാനീയത്തിൽ നിന്ന് ഒരു തുള്ളി ഒന്ന് താഴേക്ക് ഞങ്ങൾക്കൊന്ന് ഇട്ട് തരുമോന്ന് ചോദിക്കുക. നിങ്ങൾക്ക് അവിടെ കിട്ടിയ ഭക്ഷണത്തിൽ നിന്ന് ചെറിയൊരു കഷ്ണമെങ്കിലും താഴേക്കൊന്ന് ഞങ്ങൾക്ക് ഇട്ട് തരി എന്ന് സ്വർഗത്തിലെ ആൾക്കാർ അവർ കാണുമ്പോൾ വിളിച്ച് പറഞ്ഞു പോകുന്ന ആ രംഗത്തെക്കുറിച്ച് പറയുന്നത് കാണാൻ പറ്റും. സുബ്ഹാനല്ലാഹ്. അങ്ങനെ നരകത്തിലുള്ളവർ ഇങ്ങനെ തൻ്റെ ദാഹം കുറക്കാൻ വേണ്ടി, വിശപ്പ് ശമിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പാഞ്ഞു നടക്കുമ്പോൾ അവർക്ക് നരകത്തിൽ നിന്നുള്ളൊരു ഒരു പാനീയം കിട്ടും. ആ പാനീയത്തിൻ്റെ പേരാണ് എന്ത്? അൽ ഹമീം. അൽ ഹമീം. ആ ഹമീമിനെ കുറിച്ച് എന്താ നമ്മൾ പണ്ഡിതന്മാർ പറഞ്ഞത്? ആ ഹമീം എന്ന് പറഞ്ഞാൽ നരകത്തിലെ ചുട്ടു തിളക്കുന്ന അഗ്നിദ്രാവകത്തിന് സമാനമായിട്ടുള്ള ഒരു പാനീയമാണെന്ന്. നിങ്ങൾ ഈ അഗ്നിപർവ്വതത്തിൽ കൂടെ വരുന്ന വെള്ളം കണ്ടിട്ടുണ്ട്? ഈ കത്തിയരിയുന്ന ഇരുമ്പ് പോലത്തെ ഒരു സാധനം, ചുട്ടുപഴുപ്പിച്ച് ഇരുമ്പ് ഇങ്ങനെ എന്താ പറയുക ഒഴുകി വരാണെങ്കിൽ അതിന് സമാനമായിട്ടുള്ള ഒരു പാനീയം. അങ്ങനെ ഒന്നും കിട്ടാണ്ടാവുമ്പോൾ ഇതെങ്കിലും കുടിച്ച് എന്താ പറയുക തൻ്റെ ദാഹം ശമിപ്പിക്കാൻ വേണ്ടി ഒരു ശ്രമിച്ചിട്ടാണ്ട് കുടിക്കും. കുടിച്ചാൽ എന്താ ഉണ്ടാവുക? വസഖൂ മാഅൻ ഹമീമൻ ഫഖത്തഅ അംആഅഹും. അതുകൊണ്ട് കുടിക്കുമ്പോൾ കാണാം അവരുടെ ഉള്ളിലുള്ളവരുടെ കൊടൽമാലകളും വയറുകളൊക്കെ അതിൽ നിന്ന് കത്തിപ്പോകുന്നതാണ് റസൂൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞത്. ഈ ഹമീമിന്റെ ഈ കത്തിത്തിളക്കുന്ന ഈ അഗ്നിദ്രാവകം അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളെ ഏൽപ്പിച്ച് അവരെ എടുത്തിട്ട് അത് ഈ പറയുന്ന നരകവാസികളുടെ ചുറ്റും അവരുടെ മേലെ കൂടെ ഇങ്ങനെ ഒഴിക്കുമെന്ന് വരെ റസൂൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ സുമ്മ സുബ്ബു ഫൗഖ റഅസിഹി മിൻ അദാബിൽ ഹമീം. എന്നിട്ട് അവരോട് പറയപ്പെടും, ദുഖ് ഇന്നക അൻതൽ അസീസുൽ കരീം, ഇത് നിങ്ങൾ ആസ്വദിച്ചോളുക എന്ന് പറഞ്ഞിട്ട് ആ നരകത്തിൽ കിടക്കുന്ന ആൾക്കാരോട് പറയപ്പെടുന്നതാണ്. പിന്നെ നരകത്തിൽ വിശപ്പ് സഹിക്കാൻ പറ്റാണ്ട് അവരിങ്ങനെ പാഞ്ഞു നടക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു ഭക്ഷണമാണ് എന്ത്? ഗസ്ലീൻ എന്ന് പറയുന്ന ഭക്ഷണം. എന്താണ് ഈ ഗസ്ലീൻ? നരകത്തിൽ കിടക്കുന്ന നരകവാസികൾ ചുട്ട് കരിഞ്ഞ് അവരുടെ ശരീരത്തിൻ്റെ തൊലിയിൽ നിന്നും പിൻവശത്ത് നിന്നും താഴേക്ക് ഒലിച്ചു വീഴുന്ന രക്തവും നീരും കാഷ്ടവും ഒക്കെ കൂടി കിടന്ന് തിളച്ചു മറയുന്ന ഒരു തരം ദ്രാവകം. ഇതാണ് അവർ ഭക്ഷണമായി അവർക്ക് കിട്ടിയാൽ അവർ കഴിക്കാൻ പോണ സാധനം. അതിന് അവരുടെ വിശപ്പ് മാറുകയുമില്ല. അത് ശരീരത്തിലേക്ക് കയറുമ്പുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അത് പിന്നെ പറഞ്ഞ് അറിയിക്കാൻ പറ്റാത്തതുമാണ്. അവരിങ്ങനെ വീണ്ടും അന്വേഷിച്ച് പോകുമ്പോൾ ചിലർക്ക് കിട്ടുന്ന ഒരു പഴമാണ് എന്ത്? സക്കൂം എന്ന് പറയുന്ന ഒരു പഴം. നരകത്തിലുള്ള ഒരു പഴമാണ് സക്കൂം. ഈ സക്കൂം പിശാചിന്റെ തലയുടെ ആകൃതിയാണെന്നൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ച് കാണാൻ പറ്റും. ഈ സക്കൂം എന്ന് പറയുന്ന ഈ പഴത്തിൻ്റെ നീരിൽ ഒരു തുള്ളി ദുനിയാവിലേക്ക് വീഴാണെങ്കിൽ ഭൂമിയിലുള്ള സകല ജീവജാലങ്ങളും നശിച്ചു പോയി എല്ലാം ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മാറും. അത്രയും മാരകമായ വിഷലിപ്തമായിട്ടുള്ള ഒരു പഴമാണ് ഈ സക്കൂം പഴം എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നത് കാണാൻ പറ്റും. നഅൂദുബില്ലാഹ്. ആ നരകത്തിൽ കിടക്കുന്ന ആൾക്കാർ അവരെ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വസ്ത്രം ധരിപ്പിക്കും. ഫല്ലദീന കഫറു ഖുത്തിഅത് ലഹും സിയാബും മിൻ നാരിൻ യുസബ്ബു മിൻ ഫൗഖി റൂസിഹിം ഹമീം. അതായത് അവരെ കൊണ്ട് നരകത്തിന്റെ തീയാൽ നിർമ്മിക്കപ്പെട്ട ഒരു വസ്ത്രം അവർ ധരിപ്പിക്കപ്പെടും. ശരീരം മൊത്തം പൊതിയുന്നതായിട്ടുള്ള ഒരു വസ്ത്രം. സറാബീലുഹും മിൻ ഖതിറാൻ വതഗ്ഷ വുജൂഹഹും അന്നാർ. അങ്ങനെ ഈ വസ്ത്രം ധരിക്കുമ്പോൾ ആ വസ്ത്രത്തിന്റെ ചൂടും തീയും കാരണത്താൽ അവരുടെ ശരീരം കരിഞ്ഞു പോകുമെന്ന് വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിൽ പറയുന്ന കാണാൻ പറ്റും. പ്രിയപ്പെട്ടവരെ, ഒരു വസ്ത്രം ഇങ്ങനെ ധരിക്കുന്ന അതിൻ്റെ ഒരു കാഠിന്യം നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നരകത്തിൽ കിടക്കുന്ന ആ വ്യക്തികളിൽ ഏറ്റവും ലഘുവായ ശിക്ഷ ആർക്കാന്നറിയോ നിങ്ങൾക്ക്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അമ്മാവനായ അബൂ താലിബിനാണ് ഏറ്റവും ലഘുവായ ശിക്ഷ.
അതിനെക്കുറിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചത് എന്താ പറയുക, അബൂ താലിബ് നരകത്തിന്റെ തീയാൽ നിർമ്മിക്കപ്പെട്ട ഒരു ചെരുപ്പ് അത് ധരിക്കപ്പെടും. അത് ധരിക്കുമ്പോൾ ഉണ്ടാകുക എന്താണെന്നറിയോ, തലയോട്ടക്കകത്തുള്ള നീര് അല്ലെങ്കിൽ അതിലകത്തുള്ള വെള്ളം പോലും തിളച്ചു മറിയും അല്ലെങ്കിൽ ആവിയായി മാറും എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. അത്രയും ചൂടാണ്. അപ്പൊ പിന്നെ ഒരു വസ്ത്രം ധരിക്കുന്ന ഒരാളുടെ അവസ്ഥ എന്താകും? സുബ്ഹാനല്ലാഹ്. പ്രിയപ്പെട്ടവർ, നമ്മൾ ഈ നരകത്തിൽ കിടക്കുന്ന ഈ ശിക്ഷകളെ കുറിച്ചൊക്കെ പഠിക്കും തോറുമാണ് പ്രിയപ്പെട്ടവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞു ഫമൻ സുഹ്സിഹ അനിൻ നാർ വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്. ഈ ഒരു വാചകത്തിന്റെ വലുപ്പം, അതിൻ്റെ ആ ഒരു വലിയ നിഅമത്തിന്റെ വലുപ്പം നമുക്ക് ബോധ്യപ്പെടുള്ളൂ. നരകത്തിൽ നിന്ന് ആരാണ് രക്ഷപ്പെടുന്നത്, സ്വർഗത്തിലേക്ക് ആരാണോ കയറുന്നത്, അവനാണ് യഥാർത്ഥത്തിൽ വിജയിച്ചത് എന്ന് അള്ളാഹു പറയുന്ന ആ സൂക്തത്തിന്റെ ആ പ്രാധാന്യം നമുക്ക് ബോധ്യപ്പെടുള്ളൂ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്രാ മിഅ്റാജ് വേളയിൽ നരകത്തിലൂടെ സഞ്ചരിച്ചു എന്ന് കാണാൻ പറ്റും, നരകത്തിന്റെ പരിസരത്തിലൂടെ. അപ്പൊ നരകത്തിൽ ശിക്ഷിക്കപ്പെടുന്ന ചില വ്യക്തികളുടെ കാഴ്ചകൾ കണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭയത്തോടുകൂടി സ്വഹാബാക്കൾക്ക് അത് വിവരിച്ചു കൊടുക്കുന്നത് കാണാൻ പറ്റും. ആ കൂട്ടത്തിൽ കണ്ട ചില ശിക്ഷകളുടെ രീതികളാണ് എന്ത്, മുൻതഹിരീങ്ങൾ, ആത്മഹത്യ ചെയ്തവർക്കുള്ള ശിക്ഷ. ഒരു ഉദാഹരണമാണ് അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു കൊടുത്തത്. ഒരു വ്യക്തി തൻ്റെ ജീവൻ അള്ളാഹു അനുവദിക്കാത്ത രൂപത്തിൽ ആത്മഹത്യ ചെയ്താൽ എന്താകും അവർക്കുള്ള ശിക്ഷ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നത്, ചില ആൾക്കാർ കാണാം മേലെ നിന്ന് ഇങ്ങനെ വീണുകൊണ്ടേയിരിക്കണം, വീഴും വീണ്ടും പൊക്കപ്പെടും, വീണ്ടും വീഴും വീണ്ടും പൊക്കപ്പെടും. അതെന്താണ്? വലിയ പർവ്വതങ്ങളിൽ നിന്നൊക്കെ സ്വയം ചാടി ആത്മഹത്യ ചെയ്തവർക്കുള്ള ശിക്ഷ. അവർ എങ്ങനെയാണോ ആത്മഹത്യ ചെയ്തത് അതേപോലെ ആവർത്തിച്ച് സ്വന്തം ശരീരത്തെ കൊല്ലാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു കാഴ്ച റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ടു എന്നാണ് പറയുന്നത്. രണ്ടാമത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ട നരകത്തിലുള്ള ഒരു തരം ശിക്ഷയാണെന്ത്, ഒരു വ്യക്തി നരകത്തിലേക്ക് കൊണ്ടുവരപ്പെടും. ആ വ്യക്തിയുടെ അടിവയറ് കീറി അദ്ദേഹത്തിന്റെ കൊടൽമാല പുറത്തേക്ക് ചാടും. എന്നിട്ട് പിന്നെ ആ കൊടൽമാലന്റെ രണ്ട് ഭാഗങ്ങളും പിടിച്ച് അദ്ദേഹം ഇങ്ങനെ ചുറ്റി ഇങ്ങനെ കറങ്ങുന്നുണ്ടാവും എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചത്. നരകത്തിലുള്ളവർ അയാളുടെ അടുത്ത് വരും, താങ്കൾ എന്താ എവിടെ എന്ന് ചോദിക്കും. താങ്കളല്ലേ നന്മ കൽപ്പിച്ചിരുന്നത്, താങ്കളല്ലേ തിന്മ വിരോധിച്ചിരുന്നത്, താങ്കൾ എന്താ ഞങ്ങളുടെ കൂടെ ഈ നരകത്തിൽ എന്ന് ചോദിക്കും. അപ്പം അദ്ദേഹം തിരിച്ചു പറഞ്ഞൊരു വാക്കാണ്, ഞാൻ നിങ്ങളെ അടുത്ത് നന്മ കൽപ്പിക്കും, പക്ഷെ അത് എൻ്റെ ജീവിതത്തിൽ ഞാൻ കാണില്ലായിരുന്നു. ഞാൻ നിങ്ങളെ അടുത്ത് ഒരു തിന്മ ചെയ്യരുതെന്ന് പറയും, പക്ഷെ അതൊക്കെ ഞാൻ എൻ്റെ രഹസ്യ ജീവിതത്തിലും മറ്റുമൊക്കെ ആയിട്ട് ചെയ്യുമായിരുന്നു. അപ്പം അതിന് പകരം അള്ളാഹുക്ക് തന്ന ശിക്ഷയാണെന്ന് അദ്ദേഹം വിശദീകരിച്ചത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതേ ഖുതബാക്കളെ കുറിച്ച് വേറൊരു ഹദീസിൽ പറഞ്ഞത് എന്താണെന്നറിയോ, അവരുടെ കൈകളിൽ എന്താ പറയുക, നരകത്തിന്റെ തീ കൊണ്ടുള്ള വളരെ മൂർച്ചയേറിയ ഇരുമ്പ് കൊണ്ടുള്ള നഖങ്ങൾ ഉണ്ടാവും. അതുകൊണ്ട് അവരുടെ ചുണ്ടുകളും മുഖങ്ങളൊക്കെ അവരിങ്ങനെ കീറി കളയുന്നുണ്ടാവുന്നു. ആൾക്കാരോട് ഇങ്ങനെ വലിയ പണ്ഡിതനായിട്ടും പ്രബോധകനായിട്ടൊക്കെ ഇങ്ങനെ സംസാരിക്കും, പക്ഷെ ജീവിത വിശുദ്ധി പാലിക്കാത്തവർക്കുള്ള ശിക്ഷയായിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു കാഴ്ച കണ്ടത്, ഒരു വ്യക്തി അയാൾ നരകത്തിൽ ഇങ്ങനെ കിടക്കുകയാണ്, അയാളുടെ തല അവരെ ശിക്ഷിക്കാൻ ഏൽപ്പിക്കപ്പെട്ട മലക്ക് വലിയൊരു പാറക്കല്ലെടുത്തിട്ട് എറിഞ്ഞ് അവളുടെ തല കൊണ്ട് പൊട്ടിക്കാണ്. വീണ്ടും ആ തല വീണ്ടും പഴയ കോലത്തിലേക്ക് വരും, വീണ്ടും വലിയൊരു പാറക്കല്ല് എറിഞ്ഞ് വീണ്ടും പൊട്ടിക്കും, വീണ്ടും ഇതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാഴ്ച കണ്ട് പേടിച്ചിട്ട് എന്താ പറയുക, ജിബ്രീൽ അലൈഹി ഇസ്ലാമിൻ്റെ അടുക്ക് ചോദിക്കണം, ആരാണ് ഈ വ്യക്തി, ഇവരെന്താണ് ഈ ചെയ്തത്? ജിബ്രീൽ അലൈഹി ഇസ്ലാമിന് മറുപടി പറഞ്ഞത്, നിസ്കാരത്തിൽ വീഴ്ച വരുത്തിയവരുടെ അവസ്ഥയാണ് ഇതെന്ന്. നിസ്കാരത്തിൽ വീഴ്ച വരുത്തിയ, നമസ്കാരങ്ങളൊന്നും കൃത്യമായി നിർവഹിക്കാതെ അല്ലെങ്കിൽ വളരെ അലസരായി നിർവഹിച്ചവർക്ക് കിട്ടുന്ന ശിക്ഷയാണ് ഇതെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു മറുപടിയായി കിട്ടി എന്ന് കാണാൻ പറ്റും. മറ്റൊരു കൂട്ടം നരകത്തിൽ കിടക്കുന്നവർ ദിമാഇന്റെ പുഴ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, രക്തത്തിന്റെ പുഴയിൽ കിടന്ന് ഇങ്ങനെ മുങ്ങിപ്പോവാണ്. അപ്പൊ രക്ഷപ്പെടാൻ വേണ്ടി കരക്കെത്താൻ വേണ്ടി ശ്രമിക്കുമ്പോൾ കരക്ക് നിൽക്കുന്ന ഒരു വ്യക്തി അവരുടെ വായയിലേക്കും മുഖത്തേക്കും പാറക്കല്ലുകൾ എടുത്ത്, നരകത്തിലെ പാറക്കല്ലുകൾ എടുത്ത് എറിയാണ്. അങ്ങനെ വീണ്ടും അവർ മുങ്ങുന്ന അവസ്ഥയിലേക്ക് വരും, വീണ്ടും രക്ഷപ്പെടാൻ നോക്കും, വീണ്ടും പാറക്കല്ലുകൾ എറിയും. അങ്ങനെ സുബ്ഹാനല്ലാഹ് ഇതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കണം. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും ചോദിക്കണം, ഇവരെന്താണ് ചെയ്തത്? അപ്പൊ അവരാരായിരുന്നു? ജനങ്ങളുടെ അഭിമാനത്തിന് ക്ഷത വരുത്തുന്ന രൂപത്തിൽ പരദൂഷണങ്ങളും ഏഷണികളും പറഞ്ഞ് എന്താ പറയുക, വിദ്വേഷവും തർക്കങ്ങളും പരത്തുന്നവരായിരുന്നു എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം വിശദീകരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ പറഞ്ഞ വ്യത്യസ്ത ശിക്ഷകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബാക്കളോട് പറയുന്നുണ്ട്, നിങ്ങൾ നരകത്തിൽ നിന്ന് നിങ്ങളുടെ സ്വന്തം തടി രക്ഷപ്പെടുത്തുക. വലൗ കാന ബിശ്ശിഖ്ഖി തംർ, ഒരു ഈത്തപ്പഴത്തിന്റെ ചെറിയ നാര് അള്ളാഹിന്റെ മാർഗത്തിൽ കൊടുത്തിട്ടെങ്കിലും നിങ്ങൾ നരകത്തിൽ നിന്ന് സ്വന്തം തടിയെ
രക്ഷപ്പെടുത്ത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ആ ഒരു വാക്ക് നമ്മൾ ഓരോരുത്തരും ഓർക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കാരുണ്യം അതിവിശാലമാണ്. അതിലേക്ക് നമ്മൾ ഓടി അടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഏതെങ്കിലും ഒന്ന് സന്ദർഭത്തിൽ തിന്മ ചെയ്യാനോ വൃത്തികേടുകൾ ചെയ്യാനോ ഹറാമുകൾ ചെയ്യാനൊരു പ്രവണത വരുമ്പോൾ ഈ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ച ഈ നരകത്തെ ഓർമ്മ വന്നാൽ നമുക്കത് സ്വയം നിയന്ത്രിക്കാൻ ഒരു പ്രേരകമാകും എന്ന് ഓരോരുത്തരും ഓർക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നരകത്തീയിൽ നിന്ന് നമ്മളെല്ലാവരെയും, നമ്മുടെ കുടുംബത്തെയും, നമ്മുടെ വാപ്പ ഉമ്മമാരെയും, നമ്മുടെ മക്കളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല രക്ഷിക്കുമാറാകട്ടെ. നമ്മളിൽ വന്നുപോയ വീഴ്ചകൾ പടച്ചറപ്പെ അതിൻ്റെ പേരിൽ പിടിക്കപ്പെടുന്ന പ്രയാസപ്പെടുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ ആരെയും ഉൾപ്പെടുത്തരുത് എന്ന് നാം പ്രാർത്ഥിക്കുകയാണ്. നമ്മളെല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല സന്തോഷത്തോടു കൂടി സ്വർഗത്തിലേക്ക് കയറുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മേവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وصلى الله على سيدنا محمد وعلى آله وصحبه أجمعين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.